ഹലോ കൂട്ടുകാരെ, ഈ ഒരു വാഹിദ് റായൽ എന്ന സീരിയലിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് വളരെ നിർണായകമാണ്. സത്യൻ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ മകൾ യഥാർത്ഥത്തിൽ ഭൂമി തന്നെയാണെന്ന് സത്യം തിരിച്ചറിയുകയാണ്. കഥയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ഭൂമിയുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ടും അച്ഛനൊരു സെൽഫ് കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ടുമാണ് ഭൂമി അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അങ്ങനെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരെയും അതുപോലെ സൗഭാഗ്യപുരത്തെ ആൾക്കാരെയും സത്യനെയും അജയനെയും ഒക്കെ ഭൂമി ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം പരിപാടി നടത്തുന്നത് രാത്രിയാണ്. വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ സത്യനെത്തും. അങ്ങനെ സത്യൻ ഭൂമിയെ കണ്ടപ്പോൾ പറയും, മോളെ നീ നല്ല സുന്ദരിയായിട്ടുണ്ട്. സാരിയാണ് ഭൂമി എടുത്തിട്ടുള്ളത്, സാരിയിൽ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ഭൂമി സന്തോഷത്തിൽ അവരെല്ലാവരും സ്വീകരിച്ച് ഇരുത്തുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അച്യുതൻ്റെയും അംബികയുടെയും മനസ്സിലെ പ്ലാൻ മറ്റൊന്നാണ്. അതായത് തങ്ങൾ ഈ ചെയ്യുന്നത് ഒരു ചെറിയ തെറ്റെന്നല്ല, വലിയ തെറ്റ് തന്നെയാണെന്നുള്ള അവർക്കൊരു ചിന്ത വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് അംബികയ്ക്ക്. അപ്പോൾ അംബിക കൂടി നിർബന്ധിച്ചിട്ടാണ് അച്യുതൻ ഇന്ന് ഒരു കാര്യം പറയാൻ പോകുന്നത്. അതായത് താനല്ല യഥാർത്ഥ അച്ഛൻ എന്ന് പറയാൻ പോവുകയാണ് അച്യുതൻ. അങ്ങനെ പരിപാടി കൃത്യസമയത്ത് തന്നെ തുടങ്ങും. അച്യുതനും സത്യനും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മൈക്കൊക്കെ അന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നെഴുതിയ ഒരു ഫ്ലക്സും നമ്മുടെ സ്റ്റേജിൻ്റെ മീതെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ അച്യുതൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്യുതൻ ഈ മൈക്കെടുത്ത് ഭൂമിയെ അടുത്തോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കുറേ മോളുടെ കാര്യങ്ങളും മോളുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചിട്ടൊക്കെ അച്യുതൻ പറയും. എന്നതിന് ശേഷം പറയും, എനിക്ക് ഇതുപോലത്തെ ഒരു മോളെ കിട്ടിയതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ്. അത്രയും നല്ലൊരു കുഞ്ഞിനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അച്യുതൻ ആ ഫ്ലെക്സിൻ്റെ അടുത്തോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ ഫ്ലെക്സിൽ എഴുതിയുള്ളത് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ അച്യുതൻ്റെ ഫോട്ടോ ആണ് ഉണ്ടാവുക. അങ്ങനെ അച്യുതൻ ആ ഫോട്ടോയുടെ അടുത്ത് ചെന്നിട്ട് ആ ഫോട്ടോ മെല്ലെ മറിച്ചിടുകയാണ്. അതായത് അതിൻ്റെ മറുവശം കാണിക്കാൻ വേണ്ടിയിട്ട് മറിച്ചിടുകയാണ്. അത് കണ്ടതോടുകൂടി എല്ലാവരും വളരെയധികം ഞെട്ടും. കാരണം ആ മറിച്ചിട്ടതിൽ യഥാർത്ഥ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ സത്യൻ്റെ ഫോട്ടോ ആണ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ട ഭൂമി ആകെ അന്തം വിടും. അപ്പോൾ എല്ലാവരും എന്താ ഇങ്ങനൊരു ഫാദേഴ്സ് ഡേ വിഷസ് എന്ന് എല്ലാവരും ഷോക്കായി പോകും. പിന്നെ എല്ലാവർക്കും തോന്നുന്നത് എന്താ, ഇവൻ്റെ മകളെ അന്വേഷിച്ച് നടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അയാൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ പിന്നെയാണ് അച്യുതൻ പറയുന്നത്, എൻ്റെ ഭൂമി എൻ്റെ മകളല്ല, യഥാർത്ഥത്തിൽ സത്യൻ സാറിൻ്റെ മകളാണ്, എനിക്ക് 22 വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ മകളാണ് ഇതെന്ന്. ഇത് കേട്ട സത്യനാകെ സന്തോഷമൊക്കെ വരുന്നുണ്ട്. കൂടുള്ളവർക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ട്. ഭൂമിക്ക് അതിലേറെ വലിയൊരു ഞെട്ടൽ. അംബിക നന്നായി കരയുന്നുണ്ട്. അങ്ങനെ പക്ഷെ സത്യന് ആ ഒരു സന്തോഷം കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അയാൾ യഥാർത്ഥ ബോധത്തെ തിരിച്ചെടുക്കുന്നത്. കാരണം സത്യം പറഞ്ഞിട്ടുണ്ട്, കാരണം ഇങ്ങനൊരു കുട്ടിയെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാർ ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ സ്വന്തമാക്കി മറ്റൊരാളുടെ സ്വന്തം സാധനത്തെ സ്വന്തമാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് സത്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യന് നല്ല ദേഷ്യം വരും. സത്യൻ എന്ത് ചെയ്യും, അച്യുതനെ അടിക്കുകയാണ്. അച്യുതനെ നിങ്ങൾ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ മകളെ എന്നിൽ നിന്ന് അകറ്റിയത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അച്യുതനെ അടിക്കുകയാണ് സത്യൻ. അപ്പോൾ ഇത് കണ്ടിട്ട് ഭൂമിയൊക്കെ പോയി പിടിക്കുന്നുണ്ട്, അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അവിടെ അങ്ങാകെ തകരുകയാണ്. പിന്നെ ഇതൊക്കെ അപ്പോഴത്തേനും ഭവാനിയുടെ ചെവിയിലെത്തുന്നുണ്ട്. അപ്പോൾ ഭവാനി പറയുന്നത് എന്താ, അതായത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ സൗഭാഗ്യാമ്മ ഒരു വീട്ടിലൊരു തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. കാരണം അഭിരാമിയാണ് യഥാർത്ഥത്തിൽ ഭൂമി എന്ന് മനസ്സിലായപ്പോൾ സൗഭാഗ്യമ്മ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്യുതനെ കമാലിനെ വിളിച്ചിട്ട് ഭവാനി പറയും, ഇന്നത്തെ ഒരു ദിവസം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേനും നിങ്ങൾ ആ രണ്ടെണ്ണത്തിൻ്റെ കഥ കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ കാര്യവും തീരുമാനമാവും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കമാൽ അച്യുതനെയും ഭൂമിയും കൊല്ലാൻ വേണ്ടി അച്യുതൻ്റെ വീട്ടിലോ കട്ടിലിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അച്യുതനെ കൊല്ലാൻ വേണ്ടിയിട്ട് അച്യുതൻ ആ റൂമിലോട്ട് കയറി വന്നപ്പോൾ കത്തിയെടുത്ത് അച്യുതൻ്റെ കഴുത്തിന് പിടിച്ച് പൊന്തിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ സമയത്ത് അംബിക ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അംബിക കണ്ടപ്പോൾ അംബിക അയ്യോ എന്ന് പറഞ്ഞ അംബിക കരഞ്ഞിട്ട് ഇയാളിൽ നിന്ന് അച്യുതനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ വാടക ഗുണ്ട അച്യുതൻ്റെ പിൻഭാഗത്ത് കുത്തും. അങ്ങനെ കുത്തുകൊണ്ട് അച്യുതൻ വീഴുകയാണ്.
അച്യുതൻ വീണപ്പോഴത്തേനും എന്നിട്ട് അയാൾ പോവും. അപ്പോൾ അംബിക അയ്യോ അച്യുതേട്ടാ എന്താ പറ്റിയെന്ന് പറഞ്ഞ് അംബിക വല്ലാതെ കരയും. പക്ഷേ അവസാന ശ്വാസം വലിക്കുകയാണ് അച്യുതൻ. അങ്ങനെ അച്യുതൻ മരിക്കുകയാണ്. ഇതേ അന്ന് രാത്രിയിൽ തന്നെ നമ്മുടെ അജയും ഒക്കെ പോലീസുകാരാണല്ലോ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അജയ് വരികയാണ്. അജയും ഭൂമിയും സത്യനൊക്കെ കൂടി എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന അച്യുതനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഭൂമി വളരെയധികം കരയുകയാണ്. ഭൂമിക്ക് ഭൂമിയുടെ കൺട്രോൾ കിട്ടുന്നില്ല. ഭൂമി അയ്യോ അച്ഛാ എന്ന് പറഞ്ഞ് ഭൂമി വിഷമിച്ച് കരയുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കും തന്നെ വല്ല വിഷമവും. കാരണം ഭൂമിയും അച്ഛനും തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അത്രയധികം സ്ട്രോങ് ആയിരുന്നു. അവർ അച്ഛൻ മകൾ എന്നതിനേക്കാൾ നല്ല ഫ്രണ്ട്സായിരുന്നു. എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയുന്ന ഇവരായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ ഇതൊരു നോർമൽ ഡെത്ത് അല്ലാത്തത് കൊണ്ടും കൊലപാതകമായതുകൊണ്ടും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അജയും മറ്റുള്ള പോലീസുകാരും ഒക്കെ ആ കാര്യങ്ങൾക്ക് തയ്യാറാവും. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അച്യുതൻ്റെ ബോഡി കൊണ്ടുപോവുകയാണ്. അത് അങ്ങനെ പോസ്റ്റ്മോർട്ടമൊക്കെ അപ്പോഴത്തേനും അംബികയും ഭൂമിയും ആകെ തളർന്നിരുന്നുണ്ടായിരിക്കണം. ഭൂമി എല്ലാം കൊണ്ടും തളർന്നു. കാരണം തൻ്റെ അച്ഛനല്ല അച്യുതൻ എന്ന് അറിയുന്നു. അതിന് പുറമെ ഇങ്ങനെ അതായത് അച്യുതൻ കൊല്ലപ്പെടുന്നു. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഭൂമി കടന്നു പോകുന്നുണ്ടാവുക. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടതിന് ശേഷം വളരെ രാത്രിയായിരിക്കും പിന്നെ ബോഡി തിരിച്ചു കൊണ്ടുവരിക. പിന്നെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഭൂമി ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഒരുപാട് നേരം അവളിരുന്ന് കരയും. തനിക്ക് തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം, യഥാർത്ഥ അച്ഛനെ തിരിച്ചു കിട്ടിയെങ്കിലും തൻ്റെ വളർത്തച്ഛൻ അതാണല്ലോ ഭൂമിയുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ വളർത്തച്ഛനെ നഷ്ടപ്പെട്ട ഭയങ്കര അവസ്ഥയിലാണ്. അംബികയും ആകെ തളർന്നിട്ടുണ്ടാകും. അങ്ങനെ ഭൂമി കുറേ നേരം കരയുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അച്യുതൻ്റെ ശവശരീരം കൊണ്ടുവരുന്നത് ആംബുലൻസിലാണ്. അപ്പോൾ ആംബുലൻസിൻ്റെ മുന്നിൽ പോയിട്ട് ആംബുലൻസ് കൊണ്ടുവരുമ്പോൾ ഭൂമി അവിടെ പോയി നിന്ന് ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുകയാണ്. പിന്നെ അച്യുതൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തീർത്തും തനിച്ചായി പോവുകയാണ് ഭൂമിയും അംബികയും. അംബിക കൂടി നിർബന്ധിച്ചിട്ടാണ് അച്യുതൻ യഥാർത്ഥ സത്യം എല്ലാവരുടെയും മുന്നിൽ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തകർന്ന് ആ വീടിൻ്റെ മുന്നിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഭൂമിയാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ ഇമോഷണലായിട്ടുള്ള കുറച്ച് എപ്പിസോഡുകളാണ് ഇനി വരാൻ നിൽക്കുന്നത്. ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ സത്യൻ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകുമോ? ഭൂമിയെ അവരെല്ലാവരും അംഗീകരിക്കുമോ? ഭൂമി സത്യൻ്റെ കൂടെ പോകാൻ തയ്യാറാകുമോ? അങ്ങനെ കുറേ കാര്യങ്ങളിൽ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല. എന്തായാലും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഈ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പ്രൊമോ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്